ഈ ബുഹാരിയിലെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ബാധിച്ചു എന്ന ഹദീസ് ഖുർആന് വിരുദ്ധമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇതിനെ കുറിച്ച് എന്താണ് ഉസ്താദ്? എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പോഴത് ആ സിഹ്ർ ആ നബിക്ക് സിഹ്ർ ബാധിച്ച ഹദീസ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? ഹദീസ് തള്ളുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഒഴുക്കമട്ടിൽ ചെയ്യാവുന്ന കാര്യമല്ല. കാരണം ഹദീസുകളെ സംബന്ധിച്ച് അതിന്റെ വ്യവസ്ഥകളും ചിട്ടകളും ഒക്കെ ഉണ്ട്. അപ്പോ പൂർവ്വകാല പണ്ഡിതന്മാര് പല മാനദണ്ഡങ്ങളും വെച്ചിട്ടാണ് ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തോന്നുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് സ്വീകാര്യമല്ല എന്നൊക്കെ പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. അങ്ങനെ പറയാൻ ധൈര്യമുള്ളവർ പറഞ്ഞു നടന്നോട്ടെ. ഹദീസുകളൊക്കെ സഹിയല്ല, നമ്മൾ തള്ളാൻ പറ്റൂലേ? ഇല്ല. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ബാധിച്ചെന്ന് പറഞ്ഞ ഹദീസിനെ തള്ളിയിട്ടുണ്ടോ ഉസ്താദെ നമ്മളെ തിരുവനന്തപുരത്ത്, കേരളത്തില്? അത് എനിക്കറിയാം, അങ്ങനെ ഒരു ഒഴിവുണ്ട് ഇപ്പൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മളിപ്പോ എന്താ ചെയ്യാ, ഇവര് നമ്മളെക്കാളും പ്രഗത്ഭരായവരും ഹദീസിന്റെ മാനദണ്ഡം പഠിച്ചവരുമായ ആൾക്കാരാണ്. ഇപ്പൊ ഹദീസ് പിന്നെ സഹീൽ ബുഖാരിയിൽ എഴുതി വെച്ച ബുഖാരി എന്ന് പറഞ്ഞാൽ ആ നിലക്ക് കഴിവുള്ള ആളുകളാണ്. അത് കഴിഞ്ഞ ഇത്രയും നൂറ്റാണ്ടിനിടയിൽ മുസ്ലിം ലോകത്ത് വന്ന നമ്മളൊക്കെ ബഹുമാനത്തോടു കൂടി പറയുന്ന മുത്തദ്ദികളായ പണ്ഡിതന്മാരാരും ആ ഹദീസിനൊന്നും ചോദ്യം ചെയ്യാൻ പോയില്ല. ബുഖാരിയുടെ ഹദീസുകളിൽ ആക്ഷേപം പറയപ്പെട്ടിട്ടുണ്ട്, ബൈഹഖിയൊക്കെ ആക്ഷേപമുണ്ട്. അദ്ദേഹം ഈ ഹദീസിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഇന്നിപ്പോ കേരളത്തിലെ നമ്മളെ സലഫി നേതൃത്വം നൽകിയ പണ്ഡിതന്മാരും നിസ്സാരന്മാരൊന്നുമല്ല. അവരും ഈ ഹദീസൊക്കെ പഠിപ്പിച്ചത്. ഞാനൊക്കെ ജമിഅത്തുൽ കോളേജിലാണ് പഠിച്ചത്. അവരൊക്കെയാണ് ഈ ഹദീസ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പൊ അത് ഖുർആന്റെ നിരക്കാത്തതോ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യമാണെങ്കിൽ ഓരെന്നെ ന്യായം പറഞ്ഞിട്ടുണ്ട്. എന്താണ് എന്റെ അത് സ്വീകരിക്കാനുള്ള കാരണം എന്താന്നുള്ളത് കേരളം തള്ളുന്നതിന് ഞാനൊരു ന്യായം കാണില്ല. ഇപ്പൊ തള്ളിയിട്ട് നമ്മളെന്താ ചെയ്യാ പറയാ? ഇങ്ങക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു നേതാവിന്റെ ചരിത്രം ജനങ്ങൾ പഠിക്കുന്നത്? നമ്മളെന്താണ് ചെയ്യലിപ്പോഴൊക്കെ നമ്മളെ നാട്ടിലെ പഠിത്തം ബുഖാരിയോ മുസ്ലിമോ പഠിക്കാന്നുള്ളതേ കഴിയുള്ളൂ. നമ്മളവിടെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഇന്ന് ജീവിക്കുന്ന വ്യക്തി വരെ കണ്ണി അറ്റുപോവാതെ വിശ്വാസയോഗ്യമായി പരമ്പരയോടുകൂടി അതാണ് ഹദീസ്. അത് പഠിക്കതിന്റെ വില അതെന്താന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് മിണ്ടുന്നതിന് മുമ്പ്. അതുകൊണ്ടത് ഫഖ്റ, അഭിമാന. ലോകത്താരുടെ മുമ്പിലും പറഞ്ഞോ, ഞങ്ങളുടെ നബിയുടെ ജീവിതത്തിലെ ഓരോ വിരലിനക്കവും കണ്ണിമച്ചത്, കരഞ്ഞത്, അപ്പോഴദ്ദേഹം കരഞ്ഞത്, എപ്പോഴൊക്കെ ചിരിച്ചത് മുഴുവൻ രേഖപ്പെടുത്തി ഒരൊറ്റ നേതാവേ ലോകത്തുള്ളൂ. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ അനുയായിയാ ഞാൻ. അതാണ് ബഹുമാനം. അല്ലാതെ ഹദീസ് ചവിട്ടിക്കളിക്കലല്ല, അത് ബഹുമാനമായിട്ട്